അരിഞ്ഞേറ്റാ നിങ്ങൾ അരിഞ്ഞ ഷെഫീനതോ ഷാജിക്കെതിരെ ബഹളം വെച്ചിന്. നമുക്ക് ഓടിപ്പോയി ഷാജിദ കൂടെ കൂറ്റുകൂടാം. അതാകുമ്പോ നല്ല കൂട്ടായ്മയാണ്, ഗുണ്ടാ കൂട്ടായ്മ. തേഞ്ഞൊട്ടിയല്ലേടി. ഇവളുടെ വോയിസ് കേൾപ്പിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ശരിയായ വശം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. സ്വല്പ സ്വകാര്യം കേട്ടോ. വേണ്ടെന്ന് വയ്ക്കുമ്പോൾ എന്നെ കൊണ്ട് ചൊറിഞ്ഞ് വാങ്ങിക്കുന്നതാണ്. ഞാൻ പ്രിയയുടേത് മാത്രമേ കാണൂ, എവളത് കാണാറില്ല. അപ്പോൾ പ്രിയയുടേത് കാണാനായിട്ട് പോയപ്പോഴത്തെ പ്രിയ പറയണ തേഞ്ഞൊട്ടിയിരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം. അണ്ണുണ്ണേട്ട് ഇതെന്താ സൗണ്ട് ഇല്ലാത്ത? ഒരബദ്ധം പറ്റി ഗൈസ്. ഞാൻ വലിയ ഹൈപ്പില് ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വീഡിയോ ആയിട്ട് ആണോ? അപ്പൊ ഞാൻ മക്കളെ പാവമിട്ട് ആരും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ കൊച്ചിന്റെ നമ്പർ വീഡിയോസിലൊക്കെ തപ്പി പിടിച്ച് ഞാൻ വിളിച്ചു. ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാരോടൊക്കെ ജസ്റ്റ് ഞാൻ സലീം ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ കൊച്ചിന് മനസ്സിലായിട്ടാണോ മനസ്സിലാവാനിട്ടാ? ഓൾമോസ്റ്റ് എല്ലാവരുടെ നിന്നെ എല്ലാവർക്കും അറിയല്ലേ എടി. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവരുത് എടി. അവളുടെ അടുത്ത് പറയേണ്ടത് അങ്ങനെയല്ല. കണ്ണന്റെ കിണ്ണോ ഞാനാണ് കിണ്ണോ എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് മനസ്സിലായന. പിന്നെ അത് അവളിതൊക്കെ കാണാൻ ചാൻസ് കുറവാണ്. നമുക്കതിന് സമയമില്ല, ടീമില്ല. 50-60 ആയ കളവന്മാരുമായിട്ട് സൊള്ളലാണ് പരിപാടി. എവിടെ ടൈം കിട്ടാൻ കുട്ടി, അതാണ് പ്രശ്നം. ഹലോ, മോളെ ചൂടാവില്ലേ? ഞാൻ വീഡിയോ ചെയ്യാനോട് പറഞ്ഞു വീഡിയോ എഡിറ്റ് ചെയ്യാനോട് പറഞ്ഞു കട്ട് ചെയ്താൽ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിന്റെ കാടായിരുന്നു കർത്താവേ എനിക്ക്. എവിടോ കിടക്കുന്ന ഇതിനെടുത്ത് നമ്മള് ടൗസറിനുള്ളിൽ ഇട്ടെന്ന് പറയില്ലേ, അതേ അവസ്ഥ. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കൊച്ചിനെ പറ്റി നാട്ടുകാർ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റില്ല. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോയത് എന്തുകൊണ്ടാച്ചാല് നമ്മുടെ തെറി ബീബിയുമായിട്ടാണ് ഇപ്പോഴത്തെ ഫൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ തെറി ബീബി പറയുന്നതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. എന്ത് തോന്നിയാ ചോദിച്ചു പറഞ്ഞോളൂ. തെറി ബീബി പറയുന്നതിന് കയ്യും കണക്കുണ്ടല്ലോ. ആരാ മോളെ തെറി ബീബി? നിന്റെ ഉമ്മ? നിന്റെ ഉമ്മ ആണോ? എന്റെ ഉമ്മച്ചി അങ്ങനെയൊക്കെ ചെയ്യും? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എന്റെ ഉമ്മച്ചിയുടെ പേര് തെറി ബീബി എന്നാ? ഓ, അത് ശരി. അറിയപ്പെടുന്ന തെറി ബീബി ആണോ? ശാരീരികമായിട്ട് തളർത്തുവോ എന്നൊന്നും നോക്കാതെ തെറിബീബി വളരെ മോശമായിട്ട്. തെറിബീബിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് മക്കളെ കുറിച്ച് മോശം പറയാ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നീ മക്കളെ പിടിച്ചത്. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മക്കളെ പറയുമ്പോഴാണെന്നുള്ളത് കൊണ്ടാണ് മക്കളെ പിടിപ്പിച്ചത്. സ്വന്തം വ്യക്തിത്വം അതിനകത്ത് നഷ്ടപ്പെടുന്നുള്ള ബോധമില്ല. കൊച്ച് എന്തരാ വിരിച്ച് കാണിച്ച് അതിനകത്ത് നീ അട്രാക്റ്റായി, നീ അവനുമായിട്ട് പ്രണയത്തിലാകുന്നു. എന്തൊക്കെ കഥകളാടി മെനഞ്ഞത്. എൻ്റെ മകൻ്റെ സുനാ കണ്ട് ആകൃഷ്ടയായി അവനെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ പേർക്കൊരു കള്ളത്തരം കൊണ്ട് നീ ഒരു ഹണി ട്രാപ്പ് കാര്യമാണെന്ന് ആ ഒരെണ്ണത്താരത്തിൽ തന്നെ തെളിഞ്ഞില്ലടി. കൊച്ചുങ്ങളെ പറയുമ്പോൾ ഏതൊരു പെറ്റമ്മയ്ക്കും വേദന വരും. ആ വേദന മിസ്യൂസ് ചെയ്യാനായിട്ട് നീ ഒരു ശ്രമം നടത്തി, എന്നെ കണ്ണാക്കി കിട്ടിയില്ലേ? അതാണ് ഷെഫീനയുടെ പരിപാടി. ഷെഫീനതാ ഇന്ന് പോകുന്നതും അതിനാണ്, അങ്ങോട്ട് തരാനാണ്. ഇപ്പം നീ പറഞ്ഞ സംഗതിയും കൂടെ അതിനകത്ത് ആഡ് ഓൺ ആണ്. നീ തുടർന്നോളൂ, നീ തുടരൂ. അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വൾഗറാക്കുകയും ഇല്ലാ കാര്യം പറഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതം തൊലയ്ക്കാനുള്ള നിന്റെ ശ്രമവും നീ ചെയ്ത ഇത്രയും ദിവസം ചെയ്തു വെച്ച എത്രയോ പേർക്കെതിരെ നീ കൊടുത്ത കേസുകൾ ഒക്കെ തന്നെ തെളിവുൾപ്പെടെ അവിടെ ഹാജരാക്കുമ്പം കിട്ടിക്കൊള്ളും നിനക്ക് അക്കറ്റമ്പടി. എല്ലാവരും നീ മൂലം കഷ്ടപ്പെട്ടു, നീ മൂലം ബുദ്ധിമുട്ടു, അവരവരുടെ ജസ്റ്റിഫിക്കേഷൻ, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നൊരു തെളിവ് കൊടുത്തിട്ട് അവരങ്ങ് ഒതുങ്ങുകയാണ്. ഷെഫീന അങ്ങനെയല്ല. അനാവശ്യമായി എൻ്റെ മകനെ പ്രൊവോക്ക് ചെയ്യുക മാത്രമല്ല, എൻ്റെ കുട്ടിയുടെ പേര് ചീത്തയാക്കുന്ന തരത്തിൽ നിന്നെപ്പോലെ ഒരു 3rd റേറ്റിൻ്റെ അടുത്തേക്ക് എൻ്റെ മകൻ വന്നു എന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട്. നീ ആ കള്ളം തെളിയിക്കണം. എൻ്റെ മകൻ നിന്നോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഇത് കോമഡി എന്താണെന്നറിയാമോ? നീ സഹോദരൻ എന്നൊക്കെ വിളിക്കണ നിന്റെ കൂടെ ഇരിക്കുന്ന കരുണേട്ടനാണ് വക്കാലത്ത്. അവനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞെന്ന്. അവൻ എന്നെ ഒന്ന് ഫോൺ വിളിച്ചതിൻ്റെ മറുപടി ഞാൻ അങ്ങോട്ട് കൊടുത്തില്ലേ? ഇവിടെ വിളിച്ചാൽ മറുപടി ഉണ്ട്. ആ ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. മക്കളെ കുറിച്ച് മോശം പറയാ. തെറിബീബിന്റെ മക്കളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ തെറിബീബി ചില വെളിച്ചപ്പാട് കൊള്ളുന്നുണ്ടല്ലേ, അതേപോലെ തോന്നുകയും. അതുകൊണ്ട് മക്കളെ കുറിച്ച് മോശം പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ എനിക്കൊരു പിണ്ണാക്കുമില്ല. നീ എവിടെ കിടന്ന് പറഞ്ഞെന്ന് പറയും. അമ്മാരെ പൊണ്ണത്തടിയൻ ശാരിക്ക് പറഞ്ഞു കേട്ടില്ലേ? അവളുടെ മറ്റവളുടെ ഇളയ കൊച്ചു ശാരിക്ക് പറഞ്ഞു കേട്ടില്ലേ? പൊണ്ണത്തടിയൻ. ആ തടിയുണ്ട്, അതുകൊണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവൻ ഒരു പെണ്ണിന് മെസ്സേജ് അയച്ച് കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. നീ ഇതുവരെ പ്രയോഗിച്ച കളി അതാണ്. നീ മിക്കവാറും ആണുങ്ങൾക്കൊക്കെ ഈ ഒരു ടൈമിലാണ് അവരെയൊക്കെ കുടുക്കിയത്. അവരുടെ അടുത്തൊക്കെ നീ പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചില്ലേ, എൻ്റെ കൂടെ കിടക്കാൻ വിളിച്ചില്ലേ, എന്നെ പിടിച്ചില്ലേ, എന്നെ ചെയ്തില്ലേ എന്നാണ്.
തീർച്ചയായിട്ടും നിനക്ക് നീ കേസ് കൊടുത്ത ഇവരെയൊക്കെ പിടിച്ച് ടെസ്റ്റ് ചെയ്താ അവർക്കൊക്കെ മറ്റേ എലിസ ടെസ്റ്റ് പാസ്സാവും. അങ്ങനെ അവർക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ട് എങ്കിൽ ആ നിന്റെ കൂടെ അവരൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഇല്ല എങ്കിൽ നിന്റെ കൂടെ അവരത് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കൊച്ചിനെ കഷ്ടപ്പെട്ട് നമ്പർ തപ്പി വിളിച്ചത്. പക്ഷെ എനിക്ക് തെറ്റി പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞ വാക്ക് തിരിച്ചു പറയാൻ പറ്റും. നിന്റെ മക്കളെ ആര് മോശം പറഞ്ഞു? നിന്റെ മക്കളെ എവിടെ പറഞ്ഞു? നിന്റെ മക്കളെ പേര് പോലും എനിക്കറിയത്തില്ല. നിന്റെ മക്കളെ ഞാൻ കണ്ടിട്ടുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത് നിന്റെ ശീലമാണ്. ആ ശീലം കൊണ്ട് നീ അങ്ങോട്ട് തള്ളി പിടിച്ചോണ്ടിരുന്ന അതിന് കാല് തെറ്റി കിബിലേറ്റിരിക്കുന്ന പെങ്കൊച്ചനാണ്. അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് അതൊന്നും പറയുന്നില്ല. പക്ഷേ നിന്റെ മക്കളെ എന്ത് പറയാതിരിക്കുന്നു? നിന്റെ കുട്ടികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പോലും ആളുകൾക്കെതിരെ കേസ് കൊടുക്കാൻ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന ഒരുത്തിയാണ് നീ. അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ നീ കൊടുത്ത കേസ്, നിന്റെ മകളെ വെച്ച് കൊടുത്ത കേസ് ഡീറ്റെയിൽസ് FIR ഉൾപ്പെടെ ഞാൻ കൊടുത്ത് പബ്ലിഷ് ചെയ്യും. അതേപോലെ നിന്റെ മകന്റെ മുഖം കാണിക്കാതെ ഒളിച്ചുകൊണ്ട് കിടക്കണം നീയാണ്. എൻ്റെ മക്കളുടെ മുഖം കാണിക്കാൻ എനിക്ക് പേടി വരില്ല, എനിക്കതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന വെപ്രാളം കൊണ്ട് ഫിജോ എന്ന സ്ത്രീ നിന്റെ അടുത്ത് വന്ന് അവനെ കിട്ടിയിട്ടില്ലാത്തതിൻ്റെ കുത്തിക്കഴപ്പുണ്ട്. ആ കുട്ടിക്ക് ലൈഫേ ഉണ്ടാകരുത്, എങ്ങും ഇല്ലാതെ വരുമ്പം അവളെടുത്ത് ചെന്നാൽ സറണ്ടർ ആവണമെന്ന് അവൾക്കൊരു തോന്നലാണ്. എങ്ങും കൊച്ചിനൊരു ലൈഫ് കിട്ടാതെ വരുമ്പം ഇവക്ക് എങ്ങനെയും കിട്ടും എന്ന ഒരു ടേമിലാണ് എൻ്റെ കുട്ടിയെ വെടക്കാക്കി തനിക്കാക്കാനുള്ള ശ്രമമാണ് അവൾ ഈ നടത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ കൊച്ചി ഇതുവരെ വന്ന് വീഡിയോയിലോ വന്ന് ആരെടുത്തെങ്കിലും എന്തെങ്കിലും ഒരു മോശം പറയുകയോ വേറെ ഏതെങ്കിലും ഒരു കേസിലോ എന്തിലെങ്കിലും പ്രതിയാണോ? ഒന്നിലും അല്ലാത്ത ഒരു കുഞ്ഞിനെ നിരന്തരം പിന്തുടർന്ന് പോക്സോ ക്രിമിനലാക്കാൻ നോക്കുന്നു, അവനെ പിന്നെ കഞ്ചാവുകാരനാക്കാൻ നോക്കുന്നു എന്ന് വേണ്ട, ആ കുട്ടിയെ പിന്തുടർന്ന് ആക്രമിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നാണ്? വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ്. ഈ അപ്പം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, നാക്കെടുത്ത നുണയെ പറയുള്ളൂ. ഷെഫീന അങ്ങനെയല്ല. ഷെഫീന പക്ക സാധനം കൃത്യമായിട്ട് കൊണ്ടുതരും. നിന്നെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കും ശരിയാകണമെന്നുള്ള എൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ നിന്റെ പറമ്പും വീടും ഉൾപ്പെടെ സംഗതികൾ വന്ന് കണ്ട് മനസ്സിലാക്കി ചുറ്റുമുള്ളവരെ, ജമാഅത്തുകാരെ, പോലീസ് സ്റ്റേഷനെ, എന്തിനേ നീ നാടകം കളിച്ച നിന്റെ ഹോസ്പിറ്റൽ വരെ ഞാൻ പോയി അന്വേഷിച്ചത്. പിന്നെ നീ ഒരു ആത്മഹത്യ നാടകം കളിച്ചതാ. ഇത് കണ്ടടി, കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞിട്ടാ. കണ്ട, ഇതാണ് ഞരമ്പ് പോയാൽ. കണ്ട, ഞരമ്പ് വെട്ടിയാൽ ഇങ്ങനെയാ വരിക. എങ്ങനെ വരും? ദാ ഇങ്ങനെ വരും. നമ്മൾ ഞരമ്പ് മുറിച്ച് കളഞ്ഞാൽ ദാ ഇതുപോലെ ഞരമ്പ് സെപ്പറേറ്റഡ് ആകും, പിന്നെ അത് കുഞ്ഞി കെട്ടി വെക്കേണ്ടത്. അപ്പം നീ വിചാരിക്കും, ഓ ഞാനും ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നുമല്ല. ഇത് പഠിക്കുന്നതിന് എനിക്ക് ചെറിയ വിലക്ക് വന്നു. ചെറിയ വയസ്സിൽ കെട്ടിച്ചപ്പോഴത്തേക്ക് എന്നെ പഠിക്കാൻ വിടില്ല എന്നൊരു ടൈം വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഇതായിരുന്നു, പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, ചാകാൻ വേണ്ടി ചെയ്തതൊന്നുമില്ല. ഈ ഒരൊറ്റരണം കണ്ടിച്ചങ്ങ് കളഞ്ഞു, നിന്നുകൊണ്ടങ്ങ് കട്ട് ചെയ്തതാണ്. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ട എന്നാണ്. അപ്പോൾ ഇതാണ് ഈ സൂയിസൈഡ് ആണെങ്കിലും കട്ട് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. നിന്റെ കയ്യിൽ നിന്ന് കാണിച്ചാണ് കാണട്ടെ, അല്ല കാണാൻ കൊതികൊണ്ടാണ്. കുറേ കളർ കോരി ഒഴിച്ചിട്ട് ആശുപത്രി പോയി അവിടുത്തെ ഡോക്ടറുടെ അടുത്ത് അത്യാവശ്യം അപ്പം കാണിച്ചു കൊടുത്ത് അപ്പ കച്ചവടക്കാരിയെ നീ അപ്പം വിറ്റു. അയാൾക്ക് വിൽക്കുകയാണോ ഫ്രീ ആണോന്നോ എനിക്കറിയത്തില്ല. എന്തായാലും നിന്റെ വക ഒരു അപ്പം അങ്ങേര് കഴിച്ചു. ആ അപ്പക്കഴിപ്പിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അയാൾ പേപ്പറിൽ എഴുതി തന്നു. അതിലേ ഉണ്ടായിട്ടുള്ളത്. അവിടെയുള്ളൊരു സർവത്ര പേരും പറയുന്നതാണ്. ഇത്തരം ആത്മഹത്യാ നാടകങ്ങൾ കാണിക്കുമ്പോൾ നീ ഒരു അമ്മയാണോ അല്ലയോ എന്നുള്ളത് നീ ആയിരുന്നാലും ആത്മഹത്യാ നാടകം കാണിക്കുന്ന ഓരോ അമ്മമാരും മനസ്സിലാക്കേണ്ടത്. ഇനി പറയുന്നത് നിനക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ പൊതുസമൂഹത്തിലെ കുറച്ചധികം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത്. നീ ഇനി കേൾക്കണ്ട, നീ നിർത്തിയിട്ട് പോ. നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞ് ഇരിക്കുന്നിടം വരെ, നമ്മളുടെ മരണം വരെ നമ്മൾക്കത് കുഞ്ഞ് തന്നെയാണ്. ആ കുട്ടിയുടെ എല്ലാ ഇടങ്ങളിലേക്കും നമ്മളുടെ മനസ്സും ശരീരവും എത്തും. അവൻ ഏതൊക്കെ പൊസിഷനിൽ പോയാലും, അവൻ ഇനി ഭയങ്കര സംഭവമായാലും ആ മകൻ എന്ന് പറയില്ല, അല്ലെങ്കിൽ മകളെന്ന് പറയുന്നത് നമുക്ക് അത്രയും പ്രിയോറിറ്റി ആയിരിക്കും. നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുഞ്ഞ്. നമ്മൾ ജീവിച്ചിരിക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമായി മാറുന്നത് നമ്മളൊരമ്മയാവുമ്പോഴാണ്. ഒരു അമ്മയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ജീവനോടെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം എപ്പം ഏത് ആവശ്യത്തിന് ഏത് രീതിയിലാണ് മക്കൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റേത് റിലേഷൻഷിപ്പിനെ നമുക്ക് എടുത്ത് ദൂരെ കളയുമ്പോൾ അവനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കഷ്ടം, ഇത് അങ്ങനെയല്ല, ഇതങ്ങനെ കളയാനൊക്കത്തില്ല. മക്കൾക്ക് അമ്മ വേണം. അമ്മ ജീവിച്ചിരിക്കുന്നിടം വരെ ഒരു മക്കളും എത്തീമല്ല. എത്തീമാകുന്നത് അമ്മ മരണപ്പെടാൻ. പലപ്പോഴും പറയുന്നത് അപ്പം മരണപ്പെടാൻ, ഒരിക്കലുമല്ല. അമ്മ മരിക്കുമ്പോഴാണ്. അമ്മയാണ് യാഥാർത്ഥ്യം. അമ്മ ജീവിച്ചിരിക്കുന്നിടത്ത് നമുക്ക് സേഫായിട്ടിരിക്കാം. അവർ നോക്കുന്നുണ്ടോ കെയർ ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല, പക്ഷെ പ്രാർത്ഥനകളിൽ അവർ നമ്മളെ ഉൾപ്പെടുത്തും. നമ്മളോട് ഒരു പച്ച കുച്ചാന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മളോട് ഒരു രീതിയിലും നമ്മളെ നീക്കി നിർത്താൻ അമ്മമാർക്ക് സാധിക്കത്തില്ല. ഞാനൊരമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ വെട്ടൊക്കെ കാണിക്കുന്ന സമയത്ത് എനിക്ക് കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളായ ശേഷം ഇമാതിരി ഒരു പേക്കൂത്ത് കാണിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യം എന്നെക്കാൾ ഉപരി എൻ്റെ മക്കൾക്കാണ്. അവരുടെ അമ്മയാണ് ഞാൻ.
മനസ്സുകൊണ്ട് എന്നോ മരിച്ച വ്യക്തിയാണ്. പക്ഷെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ് എനിക്ക് കിട്ടുന്നിടം വരെ ഞാൻ ജീവിച്ചിരിക്കണം. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റാർക്ക് വേണ്ടിയിട്ടുമില്ല. ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഭയവും എന്നെ ബാധിക്കാത്തത്. ഒരു വ്യക്തിയെപ്പറ്റി ഞാനൊരു അനലൈസേഷൻ നടത്തി ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിക്കില്ല. നിനക്ക് മാപ്പ് പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടും. അല്ലാത്ത പക്ഷം ഞാൻ മരിക്കുന്നിടം വരെ നീ എൻ്റെ വായിന്ന് കേൾക്കും. കാരണം തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടാൽ മാത്രമേ ഞാൻ അവർക്കെതിരെ സ്റ്റാൻഡ് ചെയ്യുള്ളൂ. അതിൽ ഉണ്ടായി, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ അവരെ അങ്ങ് റിലീസ് ചെയ്യും. പിന്നെ ഞാൻ അവരുടെ ഭാഗത്തേക്ക് നോക്കാം. അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ വിട്ടിട്ടുണ്ട്. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തത്. നീ കാണിക്കുന്ന പേക്കൂത്ത് കാരണം മനസ്സ് കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. ഈ പറയുന്ന സ്ത്രീ കാരണം ഒത്തിരി പേർക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ആ അമ്പലത്തിൽ കയറുന്നതുൾപ്പെടെ, അതിനോടനുബന്ധിച്ച് നടത്തുന്ന പേക്കൂത്തുകൾ ഉൾപ്പെടെ, 2 കമ്മ്യൂണിറ്റികളെ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നതുൾപ്പെടെ ഒരുപാട് രീതിയിലുള്ള വൾഗറിസമുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി അന്വേഷിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ FIRകളുടെ നമ്പരും ആ കേസുകളുടെ ഒരു നാൾ വഴിയും അതിൽ കൂടെ എത്രയോ നിരപരാധികളെ പറ്റിച്ച് പണം കൈപ്പറ്റിയതിൻ്റെ രീതിയും ടേംസും ഒക്കെ മനസ്സിലാവുന്ന എനിക്ക് പിന്നോട്ട് നടക്കേണ്ട കാര്യമില്ല. കൃത്യമായ തെളിവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒരാൾക്കെതിരെ സംസാരിക്കുക. ഒരാൾക്കെതിരെ എടുത്തോ പിടിച്ചൊന്നും ചാടി വീണ് സംസാരിക്കുന്ന പരിപാടി എനിക്കില്ല. ഞാൻ അന്വേഷിക്കും. അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എന്ത് കുന്തോന്ന് പറഞ്ഞാലും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്ന പരിപാടിയില്ല. അതിനകത്ത് ഒരു കാര്യത്തിൽ ഞാൻ പിന്നോട്ട് മാറും. എപ്പോഴെന്നറിയാമോ? പശ്ചാത്തപിച്ച് വന്ന് എൻ്റെ അടുത്ത് ആ വിഷയം പറയുകയാണെങ്കിൽ ഞാനങ്ങ് വിടും. അതിനപ്പുറം നോ വേ എന്നുള്ളതാണ്. ഷാജിയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ ഓടി അങ്ങോട്ട് ചെന്നാൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന ഷെഫീനെ സ്റ്റോപ്പ് ആവുമെന്നാണ്. എവിടെ കൊണ്ടാടി ചിന്തിക്കുന്നേ? മൂലം കൊണ്ടെങ്ങാണോ? തലച്ചോറ് കൊണ്ട് ചിന്തിക്കും. ഇവിടെ സോഷ്യൽ മീഡിയയിൽ 15ഓളം യൂട്യൂബേഴ്സ് ഒരുമിച്ചിരുന്നുകൊണ്ട് ഷെഫീനായ മറ എന്ന് പറഞ്ഞതാ. ഷെഫീന അപ്പോഴും ഒരു ദിവസം പോലും വിടാതെ വീഡിയോ ചെയ്ത് നിന്നെയൊക്കെ പോലെ പേടിച്ചോടുകയോ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിരിക്കുകയോ ചെയ്തിട്ടില്ല. കൃത്യസമയത്ത് സൂയിസൈഡ് അറ്റംപ്റ്റും ഇല്ല, ഒരു രീതിയിലുള്ള ഒരു ഡ്രാമയില്ല, മക്കളെ കൊണ്ടുവരിക അങ്ങനെ ഒന്നുമില്ല. കൃത്യ മറുപടി ഓരോരുത്തർക്കും ഒറ്റയാളായി നിന്ന് മറുപടി പറഞ്ഞ ആളാണ് ഞാൻ. എനിക്ക് മറുപടിയുണ്ട്. വ്യക്തി അധിക്ഷേപം അതൊക്കെ നീ ധാരാളം ചെയ്തു. ഈ വ്യക്തി അധിക്ഷേപം ചെയ്യുമ്പോഴും ഉറച്ചു നിൽക്കുന്നതും അതിനെതിരെ ശക്തമായി നിലകൊള്ളുന്നതിൻ്റെ റീസൺ ഞാനെന്ന വ്യക്തി എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ 40 പേരോ 400 പേരോ 4 കോടി പേരോ എന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ നല്ലപോലെ മനസ്സിലാവും. എന്നോളം എന്നെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് സാധിക്കത്തില്ല. എനിക്ക് തുണയായി, എനിക്ക് സപ്പോർട്ടീവായി നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. അവിടെയാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. ഒരു കാര്യമുണ്ട് ഓളെ, നമ്മൾ ആയുധം എടുക്കരുത്. നമ്മൾ ആയുധം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അശക്തരാണെന്നാണ് തെളിവ്. കാരണം നമ്മുടെ വിശ്വാസം നമ്മൾ ആയുധത്തിലേക്ക് കൊടുക്കുകയാണ്. എനിക്ക് എന്നെയാണ് വിശ്വാസം, എനിക്കൊരു ആയുധത്തിനോടും വിശ്വാസമില്ല. എന്നിലാണ് ഞാൻ വിശ്വാസം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തോൽവി എൻ്റെ അടുത്തൂടെ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. നീയൊക്കെ എന്ത് മറിമായം കാണിച്ചാലും നമ്മുടെ തട്ടവിടെ താണ് തന്നെ ഇരിക്കും. കൂട്ടുകൂടുന്നവരൊക്കെ തന്നെ ഇതുപോലുള്ള വൾഗറിറ്റി ഉള്ളവരാണ്. ഫിജോ തട്ടിപ്പ് വീരത്തിയാണ്, നിനക്കറിയാമോ? അറിയാം അല്ലേ? ജാമിദ തട്ടിപ്പ് വീരത്തിയാണ്, നിനക്കറിയുമോ? അറിയാം അല്ലേ? അറിയില്ലേ? അറിയാം. ബൈജു തീട്ടം ആരാവൻ? നിനക്കറിയില്ല അവൻ ആരാണെന്ന്? നിന്റെ കൂട്ടുകാരാണ്. നിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ നോക്കുക, എത്ര സ്ട്രെയിറ്റ് ഫോർവേഡാണെന്ന് നോക്കുക. അവരെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ നീ എന്ന വ്യക്തി എന്താണെന്ന് വ്യക്തം. ഒരു സ്ത്രീയുടെ അവളുടെ ഏറ്റവും വലിയ വേദനയാണ് അവൾക്ക് അമ്മയാകാൻ കഴിയാത്തത്. ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യം അമ്മയാവുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒരുപാട് അപജയങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഏർപ്പെടും, മനസ്സിന് ഏർപ്പെടും. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മളെ ഒതുക്കും. എന്നെങ്കിൽ പോലും പിന്നെയും അമ്മയാകാൻ ഓരോ സ്ത്രീയും തയ്യാറാകും. അത്രത്തോളം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക എന്നുള്ളത്. ആ ഒരു സംഗതി നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയെ അത് പറഞ്ഞ് മച്ചിയെന്നും മലടിയെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നിനക്കൊരു ത്രെട്ടായി ആ കുട്ടി അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അസാധ്യമല്ലടി ദൈവത്തിൻ്റെ കയ്യൊപ്പ് അതിനകത്ത്. നീ ഒരു സാമൂഹിക ദുരന്തമാണെന്നുള്ളൊരു തെളിവാണ് നീ ഇപ്പം ഈ കാണിച്ച കൊണ്ടാണ്ട്. നീ മുൻപോട്ട് പോ, കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപഴകി. ഷെഫീന ഇനിയും കൗണ്ട് ഡൗൺ തുടങ്ങണം, ഒരുപാട് പേരുണ്ട്. ഇനിയും നമ്പേഴ്സ് ഓഫ് പീപ്പിൾ വിൽ കം ആഡ് ഓൺ. എവിടെ ഒരു നീതി നിഷേധം നടക്കുന്നോ അവിടെ ഷെഫീന ഉണ്ടാവും. ആ നീതിക്കെതിരെ, ആ നിഷേധത്തിനെതിരെ നീതി നേടിക്കൊടുക്കാൻ ഷെഫീന ഉണ്ടാകും എന്നുള്ളത് വസ്തുതയും. അത് കേസ് വന്നാലും ശരി, ജീവൻ പോയാലും ശരി, ഞാൻ ഉറച്ചു നിൽക്കും. നീ കാരണം ജീവിതം നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിൽക്കുന്നുണ്ട്, എല്ലാവരെയും കൂടെ ഒന്നിച്ചെടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മൈൽഡായി എന്നതിനപ്പുറം ഞാൻ നിന്നെ വിട്ടു എന്ന് നീ ചിന്തിക്കല്ലേ. നിനക്കുള്ള പ്രോഗ്രാം ഫസ്റ്റ് പ്രോഗ്രാമാണ് ഈ തരുന്നത്. ഇനി ഗ്രാജുവലി ആഡ് ഓൺ ആണ്. ആഡ് ഓൺ എന്ത് വൃത്തിയോടും പറയാം. നീ തെറി വിളിക്കില്ല. അയ്യോ, നീ പിന്നെ വിളിക്കുന്ന മുത്തുമൊഴിയാണ്. എന്തൊക്കെയാടി വിളിക്കുന്നത്?
നിന്റെ ഉമ്മ നായ്ക്കൊപ്പം കിടന്നിട്ടുണ്ടായതാണോ നീ? അതുകൊണ്ടാണ് നീ നാട്ടിലുള്ളവരെയൊക്കെ നായിൻ്റെ മോളേന്ന് വിളിക്കണം. നിന്റെ നാക്കിൽ അത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ അതാണ്. ഒരു കാര്യവുമില്ലാതെ ഞാനോ നീയോ പരിചയം പോലുമില്ല, യാതൊന്നുമില്ല. ഷാജിയെ വിളിച്ച വിളി നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിനക്ക് ഈ ഒരു ഇത് കാണേണ്ടി വരത്തില്ലായിരുന്നു. ആ ചെറുക്കൻ കോംപ്രമൈസിനെ വിളിച്ചതെന്ന് എനിക്കറിയാം, പക്ഷെ അനുഭവിച്ചു കൊടുക്കാക്കൂല. കാരണം അവ അത്ര മ്ലേച്ഛത്തരം എൻ്റെ മകനെ പറ്റി പറഞ്ഞു. നിനക്കൊരു മകൻ വളർന്നു വരുന്നില്ലേ? ഇതിൻ്റെ ബദലടി, ഇതിൻ്റെ മറുപടി ആ കുട്ടിയിലൂടെ നീ അനുഭവിക്കും, നിനക്ക് കിട്ടും. എന്നും ഈ ചോരത്തിളപ്പും ഈ ഉണ്ടയും ഒക്കെ ഉണ്ടാകും എന്നുള്ള നിന്റെ ധാരണയുണ്ടല്ലോ, അത് മാറുന്നൊരു ദിവസം ഞാൻ പറയുന്ന ഈ വാക്ക് നീ എഴുതി വെച്ചോ, നിനക്കതിൻ്റെ മറുപടി അന്ന് കിട്ടും. ഈ കുഞ്ഞുങ്ങൾ മറുപടി തരും. നമ്മുടെ മക്കൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ തലകുനിച്ച് നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ലോക പരാജയമാണ് നമ്മളെന്നാണ് അർത്ഥം. ആ 5 മക്കളെ കൺസേൺ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഷാജിദയുമായിട്ട് ഞാൻ മൈൽഡായിട്ട് പോകണം. അല്ലാത്ത പക്ഷം ഷാജിദയെ ഞാൻ ചേരിപ്പൂരി അടിച്ചിട്ടുണ്ടാവും. അത് മക്കളെക്കുറിച്ച് പറയുന്നതുകൊണ്ടല്ല, അവൾ എൻ്റെ മക്കളെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ എന്നെ മോശം പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ അല്ല. അവൾ കാണിക്കുന്ന ചെറ്റത്തരം കൊണ്ട് ബാധിക്കപ്പെടുന്ന 5 മക്കളായതുകൊണ്ടാണ്. പൊടി മക്കൾ, 5 കുഞ്ഞുങ്ങൾ. അവർ നാളത്തെ പൗരന്മാർ, നാളത്തെ നമ്മുടെ നാട്ടിൽ നല്ല പൊസിഷനിൽ ഇരിക്കേണ്ട 5 കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കുന്നത് കൊണ്ടുള്ളൊരു പെടയ. അത് ഒരു മൂത്ത സഹോദരി എന്ന നിലയിൽ അവൾക്കിട്ട് പൊട്ടിക്കണമെന്നുള്ളതിൻ്റെ ആഗ്രഹം. അതിനപ്പുറം നീ വിചാരിക്കുന്ന കണക്ക് ഞാൻ അവളെ അങ്ങോട്ട് വലിച്ചു കയറി, അത്രയൊന്നും അതില്ല. ആദ്യം ഇങ്ങനെ തെക്കട ബുക്കട എന്ന് പറയുന്ന ഒരു പ്രത്യേകതര സാധനം, അത്രയേ ഉള്ളൂ. അതിനെ അതിൻ്റെ വഴിക്ക് വിടുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അന്യായമായി അതിൻ്റെ ഉമ്മയെ ആക്രമിക്കുന്ന കണ്ടപ്പോഴാണ് ഇടപെട്ടിട്ടുള്ളത്. അതിനുള്ള മറുപടി അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കുന്തളിപ്പാണ് അത് കിടന്ന് കാണിക്കുന്നത്. ഇച്ചിരി പണം വന്നപ്പോൾ കാണിക്കുന്ന ഹറാം പറപ്പ്, അത്രയേ ഉള്ളൂ. അതിന് അതിൻ്റെതായ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. നീ ഇനി അങ്ങോട്ട് ചെന്ന് പ്രൊട്ടക്ഷനും കൊണ്ട് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല കരുണയെ നീ സൂക്ഷിച്ചോ. കിരിനേറ്റാ എടി, ആദ്യം നീ സ്വയം ഒന്ന് കണ്ണാടി നോക്ക്. നീ ഒരു സർവത്രികമായ ദുരന്തമാണ്, ദുരന്തമാണ് നീ. എന്നിട്ടിരുന്നു കൊണ്ടാണ് മറ്റവർക്ക് സപ്പോർട്ടിന് തള്ളിക്കൊണ്ട് ചെന്നത്. കിട്ടിയല്ലേ അണ്ണാക്കില്. ഇടി, ഇതല്ലേ ഞാൻ പറഞ്ഞത്, ആ പെണ്ണ് ചെറിയ നട്ട് ലൂസാ. അതിൻ്റെ ലൂസ് ആയ നട്ടൊന്ന് ടൈറ്റ് ചെയ്യാനാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കയറി കുത്തി കളിച്ച് എങ്ങനെയല്ലേ നീ എന്ത് വിജയ്ക്ക് പഠിക്കുന്ന? വിജയ് ഇങ്ങനെയാണ്. എവിടെയാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തനം ഇപ്പം അങ്ങ് ക്ലിയർ ചെയ്യും. ഇടി, നിങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നിടത്തോളം ഞാൻ സക്സീഡ് ചെയ്യും. കാരണം എനിക്ക് ഈസിയാണ് ഇത്. കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും ജനങ്ങളിലേക്കായാലും ക്ലിയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് സാധിക്കും. കാരണം നിങ്ങൾ കുറേ ഗുണ്ടികളാണ് അവളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഷാജിദ തീർന്നു എന്നർത്ഥം. ഷാജിദയുടെ 5 മക്കളെ കണക്കാക്കി ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യും. അത് ആര് വിലക്കിയാലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് വ്യക്തി അതിശയം. അയ്യോ, നീയൊക്കെ പറഞ്ഞതിൻ്റെ മേളിൽ എന്തരടി അവൾക്ക് പറയാതിരിക്കുന്നത്? നീയൊക്കെ മനുഷ്യ സ്ത്രീയാണോ? ഒരു ചെറുക്കൻ്റെ ഭാവി തൊലയ്ക്കാൻ വേണ്ടിയിട്ട് ആ ചെറുക്കൻ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചെന്ന് അത്രയും വൃത്തികെട്ട രീതിയിൽ അവഹേളനപരമായി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞൊരു വൃത്തികെട്ട സ്ത്രീയാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് പറയൂടി എനിക്ക് അവനെ കണ്ടപ്പോൾ കഴപ്പെടുത്തുന്നു? നീ അത് എൻ്റെ കൊച്ചിനെ നോക്കി പറഞ്ഞതല്ലേ? എൻ്റെ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് എവിടെ ചൊറിഞ്ഞു. ആ ചൊറിച്ചിൽ മാറ്റുന്നതിന് വേണ്ടി ഞാൻ അവനുമായി കൂടുതൽ ചാറ്റിച്ചു. ആ ചാറ്റ് വിഷയം അറിഞ്ഞ് ഷെഫീന ബീവിക്ക് ഇളകി. ഷെഫീന ബീവി എന്നെ ആക്രമിക്കുന്നു. ഓഹ്, എന്താ കഥ മെനയുന്നത്! ഈ കഥ നീ മറ്റാമ്പുള്ളരുടെ അടുത്ത് കാണിച്ചാൽ മതി. നീ പറ്റിച്ച, നീ കിടന്നു കൊടുത്ത ശേഷം കേസ് കൊടുത്ത പല അവന്മാരെയും നീ എങ്ങനെ തന്നെ വലിപ്പിച്ചത്? ഷെഫീനയുടെ മോനെ നീ അങ്ങനെ വലിപ്പിക്കത്തില്ല. അതേപോലെ പോക്സോ ഷിഫിജോ ആർക്കെതിരെയും പോക്സോ കൊണ്ട് കൊടുക്കും. അവളുടെ കുട്ടിയെ വെച്ച് എത്ര കേസുണ്ടെന്നറിയാം, പോക്സോ കേസ്. ആ കേസും കൊണ്ട് എൻ്റെ അമ്മാൻ്റെ നേർക്കും വന്നു, എൻ്റെ കൊച്ചിൻ്റെ എതിരെ ഒരു പോക്സോ ഒപ്പിക്കാനായിട്ട്. എന്നെ പിടിക്കുകയും ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. എന്താ എന്നെ പിടിക്കാൻ പറ്റത്തില്ലേ? മോനെ പിടിക്കുന്നത് നിനക്ക് മക്കളെ കാണുമ്പോൾ എന്തരടി? അത് ആരോ പറഞ്ഞു തന്നു നിനക്ക്, അത് നിൻ്റെ വാക്കുകളിലുണ്ട്. നിനക്ക് അവിടെ തെറ്റി. എന്നെക്കാൾ ശക്തരാണ് അവർ. മക്കളെ പറയുമ്പോൾ എനിക്ക് വേദനയുണ്ടെന്നല്ല, ആ കളവ് എനിക്ക് വേദനിക്കും. അല്ല, നീ വേറെ എന്ത് പോക്കൃതരമന ഇവിടെ എന്തൊരു വില്ലര്? എൻ്റെ കുട്ടികളെ പറ്റി ഈ നാട്ടുകാർക്കും മനുഷ്യരായിട്ടുള്ളവർക്കൊക്കെ ബോധം വരും, മനസ്സിലാക്കും. ആ കുട്ടികളെ പറ്റി ആരെന്ത് പറഞ്ഞാലും പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വളർത്തി വെച്ചിട്ടുണ്ട്. അതെൻ്റെ അഭിമാനം തന്നെയാണ്. സ്വന്തം മകൻ്റെ മുഖം പോലും മുഖത്ത് പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്ത വണ്ണം ഒളിച്ചു വെക്കേണ്ട ഗതികേടുള്ള നിനക്ക് അത് പറഞ്ഞാൽ തിരിയത്തില്ല. നീ അത്രത്തോളം നശകൊശയായി നാണം കെട്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ ഈ തെറി ബീവി എന്ന് പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ സ്വന്തം വീഡിയോ എടുത്തു വെച്ചൊന്ന് നോക്കണം. നിന്നെ പറയേണ്ടത് വേറൊരു കാര്യമാണ്. എന്തായാലും ഞാൻ ആ പേരിട്ട് കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള, പ്രത്യേകിച്ച് മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് അത് വേദന ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ശരി, വാറ്റാ കഞ്ഞൻ്റെ കുഞ്ഞാ കേയു എന്നെ എനിക്ക് കേയു എന്നെ കുറ്റിക്കായ പാനേ
അല്ലടി ഇപ്പത്തെ വായോതിക്ക് സംസാരിക്കാൻ അറിയാലോ, മറ്റേത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. കഞ്ഞാ കഞ്ഞ കുഞ്ഞേ ഐ ഞമ്മിയു കഞ്ഞ ഐ ഞമ്മിയു കഞ്ഞ വെച്ചിട്ട് പാടി ചപ്പാട്ടർ വന്നേക്കുന്നു.